എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കസീം ഭായ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഗെയ്സ്, ഇന്നത്തെ ഒരു വീഡിയോ സൺഡേ വീഡിയോ കേട്ടോ. അതായത് ഞായറാഴ്ച ഒരു ദിവസം എന്തൊക്കെയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ശനി ഞായറൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം റെയിൽവേയിലൊക്കെ ആയതുകൊണ്ട് നമുക്കിവിടെ പ്രത്യേകിച്ച് ലീവും കാര്യങ്ങളൊന്നും കിട്ടാറൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞായറാഴ്ച ദിവസത്തെ ഏറ്റവും വലിയ വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോകുന്ന ഹോട്ടലും കാര്യങ്ങളൊന്നും രാവിലെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ നേരെ ടൗണിലോട്ട് പോകും. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ നേരെ പോയത് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ്. അവിടെ പ്രകാശ് ഹോട്ടലിലോട്ടാട്ടോ അന്ന് രാവിലെ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറുന്നത്. അപ്പോൾ മുമ്പിൽ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് പ്രകാശ് ഹോട്ടലിൽ, അടിപൊളിയായിട്ട് തന്നെ. അപ്പം വലിയ തിരക്ക് തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത ഒരു ഹോട്ടൽ തന്നെയാണ്. എന്നാലും ചില ആഴ്ച നല്ല തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഹോട്ടലിൽ പോയിരുന്ന് ഞാൻ ഫുഡിൻ്റെ ഓർഡറെല്ലാം കൊടുത്ത് കട്ട വെയിറ്റിങ്ങിലാണ് ഗെയ്സ്. അപ്പോൾ അതാ പൊറോട്ടയും മീൻകറിക്കാട്ടോ ഓർഡർ കൊടുത്തത്. അപ്പോൾ രണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ ചൂരക്കറിയാണ് കേട്ടോ അത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് പൊറോട്ട, നല്ല സോഫ്റ്റ് പൊറോട്ടയും അതുപോലെ തന്നെ നല്ല കറി കേട്ടോ. നല്ല ഗ്രേവി ആയിരുന്നു. മീൻ അത്രയ്ക്കും രുചിയില്ലായിരുന്നാലും നല്ല ഗ്രേവി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡെല്ലാം കഴിച്ച് നേരെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ എനിക്കൊരു ഹെഡ്സെറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് ആ ഭാഗത്ത് തന്നെ കുറേ ഹോൾസെയിൽ കടകളൊക്കെ ഉള്ള ഭാഗമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഈ പോണത് മൊത്തം ഹിന്ദിക്കാരാണ്. ഞായറാഴ്ച ദിവസം അവന്മാരിങ്ങനെ ലീവുള്ള ദിവസമല്ല, അവരും ടൗണിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഫുട്പാത്തിലൂടെ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഞാനും ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിൽ നിന്ന് കമ്പനിയിൽ നിന്നൊക്കെ എഴുതിയെങ്കിലും ബോട്ടും കൂട്ടൊന്നുമല്ല കേസ്. ഇത് 200 രൂപയുടെ ആയി ഒരു ഹെഡ്സെറ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെഡ്സെറ്റ് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ അത് മേടിച്ച് വന്നപ്പോഴേ നമ്മുടെ സൈക്കിളിൽ ഒരു ചേട്ടനെ അവിടെ ഇത് വെക്കുന്നുണ്ട്. അണ്ണനാണ് കേട്ടോ, പ്രായമുള്ള ഒരു അണ്ണനാണ്. ബനിയന്, ഷഡ്ഡി, തോർത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു സൈക്കിളിൻ്റെ മേലെ പറ്റാവുന്ന സാധനങ്ങളൊക്കെ വെച്ച് അദ്ദേഹം വിൽക്കുന്ന കേട്ടോ. അപ്പം ഞാൻ 2 ബനിയൻ മേടിക്കാൻ പോയതാട്ടോ. പിന്നെ ഷഡ്ഡികളാണെങ്കിലും നമ്മൾ 100 രൂപയ്ക്ക് 3 കിട്ടുന്ന ഷഡ്ഡികളാണ്. ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയൊക്കെ മേടിക്കാറില്ല. വലിയ വില കൂടിയുണ്ടെന്ന് ഞാൻ മേടിക്കാറൊന്നുമില്ല. കുറേ കാലം ഇടും, പിന്നെ കീറുമ്പോൾ ഓട്ടയൊക്കെ ആകുമ്പോൾ പിന്നെ അടുത്ത മേടിക്കും, അത്ര തന്നെ. പിന്നെ അയാളുടെ ആദ്യത്തെ ഒരു കച്ചവടം ആയതൊക്കെ ഒരുപാട് സന്തോഷമായി. അയാൾ ആ പൈസ മേടിച്ചിട്ട് കൈ ഇങ്ങനെ മടക്കുന്ന സീനുണ്ട്. അത് നമ്മളെ കച്ചവടക്കാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞൊട്ട പൊട്ടിക്കും, കൈ ഇങ്ങനെ മടക്കിയിട്ട് ഞൊട്ട പൊട്ടിക്കും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ആദ്യത്തെ കച്ചവടം. ഞാൻ ചോദിച്ചു കേട്ടാ ബോണിയാണോ? ആ ബോണിയ മോനെ എന്നിട്ട് അയാൾ പൈസ എടുത്തിട്ട് ഒന്ന് തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് അയാൾ മേച്ചൻ്റെ ഇട്ടിട്ടു. കണ്ണൂർ ആ ഭാഗത്തൊക്കെ ഒരുപാട് ഹോൾസെയിൽ ഇതുപോലെ തന്നെ കടകളുണ്ട്. ഈ പിന്നെ തുണിക്കടകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ചായ കൂടിയും ഈ ഹെഡ്സെറ്റൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മളെ റൂമിൻ്റെ അങ്ങോട്ട് എത്തി. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മളെ റൂമിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്കൈ പാലസിൻ്റെ അടുത്ത്. അപ്പോൾ നേരെ റൂമിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു ബോർഡ് കണ്ടത്. കണ്ണൂരിൽ ആദ്യമായി ഇറക്കുമതി ചെയ്ത അമ്യൂസ്മെൻറ്റ് റൈഡുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ്. സംഭവം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മലബാർ ഫെസ്റ്റ് 2024 സ്നോലാൻഡ് എക്സ്പോ 25/8/2024 മുതൽ പോലീസ് മൈതാനം കണ്ണൂർ. അപ്പോൾ ഇത് ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാ കൊല്ലം ഓണത്തിന് നമ്മുടെ പോലീസ് മൈതാനത്തിൽ എന്തെല്ലോ പരിപാടിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പ്രാവശ്യത്തെ പരിപാടി ഇതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകും, അടിപൊളി പരിപാടികളൊക്കെ. പക്ഷെ കാലാവസ്ഥ അത്ര നല്ല അല്ലാത്തതുകൊണ്ട് ഇപ്പം ആളൊക്കെ കുറവാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞിട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇറങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ റൂമിൻ്റെ ഭാഗത്തെത്തി ഇത് കണ്ട ഗെയ്സ്, എൻ്റെ ചെടീൻ്റെ ഒക്കെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. അന്നത്തെ നമ്മുടെ സുന്ദരിപ്പെണ്ണൊക്കെ കരി പിടിച്ച് ആകെ നാശകോശമായി. ചെടികളൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ ഒച്ചില്ല നമ്മുടെ ഒച്ച് വന്നിട്ട് തിന്ന് വൃത്തികേടാക്കിയിട്ടുണ്ട് കേട്ടോ. മതിലയിലൊക്കെ നിറച്ചും പായലും കയറി കുറേ ചെടികളൊക്കെ ചീഞ്ഞും പോയി, എല്ലാം നശിച്ച് എന്താ പറയുക, നാരായണക്കല്ലായി എന്ന് പറയില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരവസ്ഥയിലുള്ള. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ വിചാരിച്ചു മഴയൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് തുടങ്ങാമെന്ന്. എന്നാലേ ഇതിപ്പം വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടും അതിൻ്റെ കാര്യമില്ല. അപ്പോൾ ഉള്ള ചെടിയൊക്കെ അങ്ങനെ നിൽക്കട്ടെ. പിന്നെ മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമുക്കെല്ലാം വൃത്തിയാക്കി മതിലൊക്കെ വൃത്തിയാക്കി നമുക്ക് വീണ്ടും നല്ല നല്ല പാത്രങ്ങളൊക്കെ വെച്ച് ചെടികൾ നടാം. പിന്നെ 10 മണിയൊക്കെ ആണെങ്കിലും എല്ലാം തന്നെ പോയിട്ടുണ്ട്. ഇനി പയ്യത്തൊക്കെ മുഴുവൻ പുല്ലും കാടൊക്കെയാണ്. അതൊക്കെ പറിച്ച് പറിച്ചിട്ട് ഒരു ദിവസം ഇരുന്നിട്ട് വൃത്തിയാക്കണം. പിന്നെ അങ്ങനെ അലമ്പായി കിടക്കുകയാണ്, കാരണം 2 മാസത്തിന് മേലെ നമ്മളിവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പം പിന്നെ ഞാൻ വൃത്തിയാക്കാനൊന്നും പോയില്ല. അങ്ങനെ റൂം തുറന്നപ്പോഴാണ് ചൂട്ടും അത് നല്ല ഉറങ്ങാൻ തുടങ്ങി. അവന് നൈറ്റ് ഡ്യൂട്ടിയാണ്, എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ എൻ്റെ വന്ന് ഞാൻ നേരെ കടന്നുറങ്ങി. അപ്പോൾ ഉറക്കമൊക്കെ ഉറങ്ങി വൈകുന്നേരത്തെ രാത്രിക്കത്തെ കാഴ്ചയാണ്, ഈ ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു സീനാട്ടോ ഈ കാണുന്നത്. വീണ്ടും ഉറക്കമൊക്കെ എഴുന്നേറ്റ് വീണ്ടും ഞാൻ രാത്രി ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഫസ്റ്റത്തെ ഒരു പരിപാടി എന്താ വെച്ചാൽ ചോറ് മേടിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ചോറ് മേടിക്കാൻ നേരെ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തെക്കി ബസാറിൽ ചോറ് മേടിക്കുന്നത്. അവിടെ 1-2 ഹോട്ടലുകളുണ്ട്. പിന്നെ വല്ലപ്പോഴും ഞാൻ അങ്ങും പോവും, അതിൻ്റെ അപ്പുറം പോവും. ചോറ് എവിടെയുണ്ടോ അവിടെയൊക്കെ പോയിട്ട് ചോറ് മേടിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ജയ ഹോട്ടലുണ്ട്, അതിൽ തന്നെ നമ്മുടെ എന്താ പറയുക രജനി ഹോട്ടലും ഉണ്ട്. ഈ രജനി ഹോട്ടലിൽ നിന്നൊക്കെ ഇതെല്ലാം അടുപ്പിച്ചടുപ്പിച്ചാട്ടോ. പിന്നെ ഇവിടെ പുലരി ഹോട്ടലുണ്ട്. എല്ലാ ഹോട്ടലിലും രാത്രിയിലാണെങ്കിലും ചോറ് കിട്ടും. പിന്നെ കൂടാണ്ട് ഒരുപാട് തട്ടുകടയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. ഇത് ശ്രീ കാമാക്ഷി ക്ഷേത്രം കേട്ടോ. ആ ക്ഷേത്രത്തിനടുത്താണ് നമ്മുടെ രജനി ഹോട്ടൽ. രജനി ഹോട്ടൽ കഴിഞ്ഞിട്ട് 3-4 ഹോട്ടൽ അടുപ്പിച്ചിട്ടുണ്ട്. നല്ല ചൂട് ചോറും പിന്നെ ദോശ, ചൂട് ദോശ, നല്ല പൊരിച്ചതാണേലും എല്ലാം കിട്ടും. അതെല്ലാം കിട്ടും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തൊരു ഹോട്ടലും കൂടി ഉണ്ട് ചോറ് കിട്ടുന്ന, സരസ്വതി ഹോട്ടൽ. അങ്ങനെ അവിടുന്ന് ചോറൊക്കെ മേടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ചായ സാധാരണ തട്ടുകടയിൽ നിന്ന് കുടിക്കാറ്. അപ്പം ഇന്ന് ചായ തട്ടുകടയും തുറന്നിട്ടില്ല. എന്നിട്ട് പിന്നെ ഞാനത് ഷീൻ ബേക്കറി കയറിയിട്ട് അവിടുന്ന് ഒരു ചായയും കല്ലുമ്മക്കായും കഴിച്ചു. ചായ മറ്റേ ചായയാണ്, മെഷീൻ ചായയാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിന് കളകള ബുദ്ധിമുട്ടാണ് ചില സമയത്ത്. എന്തായാലും അത് കുടിച്ചു, നല്ല ക്ഷീണം പോവുള്ളൂ. അപ്പോഴാണ് ഞാൻ നേരെ നമ്മുടെ പോലീസ് മൈതാനം വഴി കടന്ന് അങ്ങോട്ട് വരണം. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ സ്നോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കോപ്പ് പരിപാടി നടക്കുന്നുണ്ടെന്ന്. ബോർഡൊക്കെ വായിച്ചില്ലേടോ നമ്മൾ, അത് മറന്നുപോയി ഗെയ്സ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഒരുപാട് ഇന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ മക്കളെ, നിലം മുഴുവൻ ചെളിയാണ്. മഴ പെയ്തിട്ട് പോലീസ് മൈതാനം കുളം തോണ്ടി എന്ന് പറഞ്ഞിട്ട് ചെളിയാട്ടോ. ആ ചെളീൻ്റെ ഇടയിൽ കൂടെ വേണം അങ്ങോട്ടും കൂടെ പോകാൻ. പിന്നെ കാറിലൊക്കെ വരുന്നു പോകുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മളെപ്പോലെ സാധാരണക്കാരനാണ് ഇത്. സ്നോ ഇത് എന്താ ആ പരിപാടിയാണ് നടക്കുന്നത്. കണ്ടില്ലേ, എക്സ്പോ 2024 മലബാർ ഫെസ്റ്റ്. അതാണ് മറന്നുപോയത്. അപ്പോൾ അതിലിങ്ങനെ നടന്നിങ്ങനെ വന്ന് ലാസ്റ്റ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചില ദിവസം ഈ ലിഫ്റ്റിൻ്റെ പരിപാടിയാണ്, ഇത് വർക്ക് ചെയ്യൂല. അപ്പോൾ ആ സ്റ്റെപ്പ് മുഴുവൻ കയറണം. അതല്ലെങ്കിൽ അപ്പുറത്ത് ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് ഇല്ലെങ്കിൽ സ്റ്റെപ്പ് ഇടും. 3 ഭാഗമുണ്ട് കേട്ടോ. ലിഫ്റ്റ് കയറി വർക്ക് ചെയ്തില്ല, അങ്ങനെ നടന്ന് സ്റ്റെപ്പ് കയറും. അപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് എത്തി കേട്ടോ. അതാണ് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ സ്റ്റേഷനിലെത്തി നേരെ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അവിടെ തക്കു അടപ്പുണ്ടായിരുന്നു. അപ്പോൾ തക്കുവിനോട് കുറച്ച് വർത്താനം തന്നെ പറഞ്ഞത്. തക്കു നോക്കുമ്പോൾ മൈൻഡ് ആക്കുന്നില്ല ഗെയ്സ്, പഴയ ലോഹിയൊന്നും കാണിക്കുന്നില്ല. നീ എവിടെ പോയതാടാ, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു, നീ ഒരു ഫോൺ പോലും വിളിച്ചില്ലല്ലോ എന്നൊക്കെയാണ് തക്കുവിൻ്റെ പരിഭവം. പക്ഷെ മാഗി അങ്ങനെയല്ല കേട്ടോ. മാഗി എന്നെ കണ്ടാട് ഓടി വന്നിട്ട് ലോഹിയൊക്കെ പറഞ്ഞു. തക്കു സത്യത്തിൽ ക്ഷീണിച്ചു പോയിട്ടോ. തക്കു ആകെ ക്ഷീണം പിടിച്ചു, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അവന് മൊത്തത്തിൽ. പക്ഷെ അവന് ഇവിടെ അല്ലാണ്ട് വേറെ ലോകമൊന്നുമില്ലല്ലോ. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഗെയ്സ് ഇന്നത്തെ വിശേഷം എന്ന് പറയാനാണ്. ഇന്ന് സൺഡേ ബ്ലോഗ് ആക്കിയിട്ട് ചെയ്താട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാനും, അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷമായിട്ട് കസിബായി വീണ്ടും വരാം. എല്ലാവരോടും സ്നേഹം മാത്രം. ടാറ്റാ.